നാർസിസം ആണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസസ് ഉള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് അഡ്വക്കസി. സ്വന്തം നീഡ്, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു സ്ഥലത്ത് പറയുന്നത് ഒരിക്കലും ഒരു നാർസിസം അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വർക്ക് സ്പേസിൽ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തി, അതുകൊണ്ട് എനിക്ക് സാലറിയിൽ ഒരു ഹൈക്ക് വേണം എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നാർസിസം അല്ല, അത് അയാളുടെ നീഡാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ്. ഒരാൾ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, ആ അച്ചീവ്മെന്റിൽ അയാൾ വളരെ പ്രൗഡ് ആണെങ്കിൽ അതിനർത്ഥം അയാൾ മറ്റുള്ളവരെ വില കുറച്ച് കാണുന്നു, അല്ലെങ്കിൽ അയാൾ മറ്റുള്ളവരെക്കാളും വലുതാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നു എന്നൊന്നുമല്ല. അയാളുടെ അച്ചീവ്മെന്റിൽ അയാൾ വളരെ അഭിമാനം കൊള്ളുന്നു, വളരെ കോൺഫിഡന്റ് ആണ്. ദാറ്റ്സ് നോട്ട് എ നാർസിസം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ റിയാക്ഷൻ. ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഇമോഷണലി റിയാക്ട് ആവുന്ന ആൾക്കാർ, അതൊരിക്കലും ഒരു മാനിപ്പുലേറ്റിംഗ് ബിഹേവിയർ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് അവരുടേതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, നമ്മൾ അറിയാത്ത ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കുണ്ടാവും. നെക്സ്റ്റ് വൺ ഇൻട്രോവേർഷൻ. ഇൻട്രോവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാമായിട്ട് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, വളരെ സോഷ്യലി അധികം ഇന്ററാക്റ്റീവ് ആകാത്ത വ്യക്തി, എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ മാത്രം അവർ ഇന്ററാക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ഒരു നാർസിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.